46 വർഷത്തിന് ശേഷം നമ്മൾ പഠിച്ച അതേ സ്കൂളിൻ്റെ തിരുമുറ്റത്ത് നമ്മൾ വീണ്ടും ഒത്തുചേരുകയാണ്. നമ്മുടെ സ്കൂളിൻ്റെ പേര് കണ്ണൂർ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ. അതിപുരാതനമായ സ്കൂളാണ്, ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ചത്. ഈ സ്കൂള് ഏറ്റവും നല്ല സമയത്തായിരുന്നു നമ്മൾ പഠിച്ചത്. ഇപ്പോൾ ഈ കൂട്ടായ്മയെ പറ്റി അറിഞ്ഞ് വിദേശത്തു നിന്ന് പോലും ആളുകൾ വന്നിട്ടുണ്ട്, ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ ഈ പുതിയ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഈ വെൽനസ് എന്ന ഗ്രൂപ്പുകാരുടെ ചെറിയൊരു ഹെൽത്ത് ക്ലാസ് ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ ക്ഷമയോടെ കേട്ടു. ക്ഷമയോടെ എന്ന് തന്നെ പറയണം, കാരണം നമ്മളുടെ ഒരു വലിയ സമയമാണ് അവർ അപഹരിച്ചത്. ഹായ് തായ്റ, വെൽക്കം. ഇപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്കൂളിൻ്റെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. എല്ലാവരും സന്തോഷത്തിൽ മതിമറന്നിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ പഠിച്ച താഹിറ ഉംറക്ക് പോവുകയാണ്. അതുകൊണ്ട് വേഗം തന്നെ ഫോട്ടോ എടുപ്പൊക്കെ നമ്മൾ വേഗം നേരത്തെ ആക്കി. ഇനിയും വൈകുന്നേരം വരെ ഉണ്ടെങ്കിലും കൂടെ നമുക്കതൊന്നും പോരാ. നമുക്ക് ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ 10th ഡിയിൽ പഠിച്ച നമ്മളെല്ലാവരും ഒരു ഗ്രൂപ്പായി. ഇനിയും ഒരുപാട് പേര് വരാനുണ്ട്. പിന്നെ ഇതുപോലെ ഓരോരുത്തരായി ചെറിയ ചെറിയ ഗ്രൂപ്പായി നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു. എന്ത് രസമായിരുന്നു എന്നറിയാം. അവസാനം നമ്മൾ ഒക്കെ തിരുവാതിര കളിയും കുറേ ഗെയിംസും ഒക്കെ കളിച്ചു. ഫോട്ടോ എടുപ്പിന് ശേഷം ഉച്ചഭക്ഷണത്തിനുള്ള സമയമായി. അങ്ങനെ നല്ല ബിരിയാണിയും പായസവും അടിപൊളിയായിരുന്നു ഉച്ചയ്ക്കുള്ള ഭക്ഷണം. ഉച്ചഭക്ഷണത്തിന് ശേഷം ആദ്യമായി വരുന്നവർക്ക് അവരുടെ അനുഭവങ്ങൾ പറയാൻ അവസരം കൊടുത്തു. അമ്മൂമ്മയായി, പക്ഷെ കാണാൻ അങ്ങനെയൊന്നുമില്ല. അടുപ്പിച്ചു വെക്ക്. അപ്പോൾ നമ്മൾ വെൽക്കം ചെയ്യുന്ന ഗീതന. ഓക്കെ, സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ. 46 വർഷങ്ങൾക്ക് ശേഷം പഴയ ഓർമ്മകൾ വീണ്ടും തിരിച്ചെടുക്കുന്നതിൽ വളരെ വളരെ സന്തോഷം. ഇവിടെ വന്നാലേ പൈക്കൊന്നും വിളിച്ചിട്ട് പറയാനുള്ള വിഷമം. कृष्ण की ज्योति अलौकिक तीनों लोक में छाए रही है। भक्ति विवश एक प्रेम पुजारिन फिर भी दीप जलाए रही। राधे कृष्ण की ज्योति अलौकिक तीनों लोक में छाए रही है। भक्ति विवश एक प्रेम पुजारिन फिर भी दीप जलाए रही। राहत की मेरे नैन, राहत की मेरे नैन, अब तक रस लेना जब हाथी परवा है।
പക്ഷേ നമുക്ക് ഇതുപോലുള്ള പരിപാടികൾ നടത്താൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. കാരണം എല്ലാവരും 60 വയസ്സ് കഴിഞ്ഞവരാണ്. ഒരുപക്ഷെ ലാസ്റ്റ് ആയിരിക്കാം. ഇനിയുള്ളതെല്ലാം നമ്മൾ ട്രിപ്പുകൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അവസാനമായി നമുക്ക് ഇവിടെ ഈ പരിപാടി നടത്താൻ അനുവാദം തന്ന പ്രീത ടീച്ചർക്ക് നന്ദി പ്രകടിപ്പിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനിയും നമ്മുടെ പ്രോഗ്രാം ഞാനൊരു വീഡിയോ രൂപത്തിൽ നിങ്ങളിൽ എത്തിക്കുന്നതാണ്. അതുവരെ ഗുഡ് ബൈ.